നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആറാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ലഗ്നം കൊണ്ടും ചന്ദ്രൻ കൊണ്ടും അതുപോലെ തന്നെ ആറാം ഭാവാധിപനും അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ഈ നക്ഷത്രത്തിൽ നിന്നാൽ ആ ഭാവത്തിനനുസരിച്ചുള്ള സ്വഭാവങ്ങളും കൂടെ ഞാനിതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സീരീസിൽ. അപ്പം അത് കുറച്ചും കൂടി നമുക്ക് ഒരു ഉൾക്കാഴ്ച ആ വിഷയത്തിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ ബേസ് ചെയ്ത് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബേസ് ചെയ്ത് ഒരു ഉൾക്കാഴ്ച തരാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന നക്ഷത്രം അല്ലെങ്കിൽ പഠിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം എന്ന് പറയുന്ന നക്ഷത്രമാണ്. ചിങ്ങൻ രാശി 26°40 മുതൽ കന്നിരാശി 10° വരെ വ്യാപിച്ച് കിടക്കുന്ന അതിബൃഹത്തായ നക്ഷത്ര സമൂഹമാണ് ഉത്രം എന്ന് പറയുന്നത്. ഇതിന് സംസ്കൃതത്തിൽ വേറെ പേരാണ്. ഇവിടെ നമ്മൾ പറയുമല്ലോ, ഉത്തരം കാലാണോ മുക്കാലാണോ എന്നൊക്കെ ചോദിക്കില്ലേ. ഉത്തരത്തിൻ്റെ കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തിന് 4 പാദമാണ്. അതിൻ്റെ ആദ്യ കാൽഭാഗം വീണിരിക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. അതിനെ ഉത്തരം കാലെന്നും ബാക്കിയുള്ള നക്ഷത്രത്തിൻ്റെ 4/3 ഭാഗം, മുക്കാൽ ഭാഗവും വീണിരിക്കുന്നത് കന്നിരാശിയിൽ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഉത്തരം മുക്കാൽ എന്നും പറയുന്നു. അപ്പം കൂടുതലും കന്നിരാശിയിലേക്കാണ് ഈ നക്ഷത്രത്തിൻ്റെ ഭാഗം കിടക്കുന്നത്, കാൽഭാഗം ഇപ്പുറത്തും. അതുകൊണ്ട് തന്നെ ചിങ്ങൻ രാശിയുടെയും കന്നിരാശിയുടെയും സ്വഭാവ സവിശേഷതകൾ ഉത്തരം നക്ഷത്രത്തിനുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയുടെ അധിപനായിരിക്കുന്ന രവിയുടെ നക്ഷത്രം കൂടിയാണ്. രവിക്ക് 3 നക്ഷത്രങ്ങളാണുള്ളത്. അതിൽ കാർത്തിക കഴിഞ്ഞ് വരുന്നത് പിന്നെ ഉത്തരമാണ്. അപ്പം രവിയുടെ നക്ഷത്രം കൂടിയാണ് ഉത്തരം. ഉത്തരം നക്ഷത്രത്തിൻ്റെ സ്ഥാനം നമ്മൾ പ്രശ്നങ്ങളിലൊക്കെ നോക്കുമ്പം ഉത്തരം നക്ഷത്രത്തിൻ്റെ സ്ഥാനം ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശരീരാവയവം എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്. അതായത് ലിംഗം, യോനി, ഇതൊക്കെ തന്നെയാണ്. വൃക്ഷം, നക്ഷത്ര വൃക്ഷം ഇത്തിയും ശരദിക്ക് എന്ന് പറയുന്നത് വടക്കും നോർത്ത് സൈഡുമാണ്. ഭോജ്യവസ്തു അപ്പമാണ്. ദേവത എന്ന് പറയുന്നത് ആര്യമായാണ്. ഈ ആര്യമ എന്ന് പറയുന്ന ദേവത വേദങ്ങളിൽ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പം സൗഹൃദം, ദയ, സഹായ മനസ്ഥിതി, ഇതൊക്കെയാണ് ആര്യമ എന്ന് പറയുന്ന ദേവതയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആര്യമാൻ എന്ന് പറയുന്ന ആ ദേവതാ സങ്കല്പത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ സ്വഭാവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. മൃഗം ഒട്ടകമാണ്, പക്ഷി കാക്കയും, ഗണം മനുഷ്യഗണമാണ്. ഒരു മസ്കുലൈൻ ക്വാളിറ്റിയുള്ള ഒരു മെയിൽ സ്റ്റാറാണ് ഉത്തരം എന്ന് പറയുന്നത്. ഒരു മെയിൽ സ്റ്റാറാണ്. അതുകൊണ്ട് തന്നെ കുറേ മസ്കുലൈൻ നേച്ചർ ഇവർക്ക് ആണായാലും പെണ്ണായാലും ഉണ്ടാവും എന്നുള്ളതാണ്. ദിക്ചാരം എന്ന് പറയുന്നത് ഉത്തരചാരിയാണ്. സ്വരൂപം എന്ന് പറയുന്നത് ശയ്യാകാരവും. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് പ്രശ്നത്തിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഊർദ്ധമുഖമാണ്. ഊർദ്ധമുഖം, അധോമുഖം, തിരിമുഖം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു വിഷയം ചിന്തിക്കുന്ന സമയത്ത് ഇത് രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ സ്ഫുടം, വിഷയം ഏത് ഭാവമായിട്ടും വരാം, അതിൻ്റെ സ്ഫുടം ഈ നക്ഷത്രത്തിലാണ് വീണിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നക്ഷത്രാധിപൻ ഈ വിഷയത്തിലാണ് വീണിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ ഈ നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് രക്ഷപ്പെടും എന്ന് തന്നെ പറയാം. ഊർദ്ധമുഖമാണ്. ധ്രുവസ്ഥിരാധി എന്ന് പറയുന്നത് ലഘുക്ഷിപ്രമാണ്. നമ്മൾ മുഹൂർത്തമൊക്കെ നോക്കുന്ന സമയത്ത് ഗുണം തരുന്ന നക്ഷത്രങ്ങൾ, ശുഭനക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന നക്ഷത്രമാണ് ഉത്തരം. അതേപോലെ തന്നെ നക്ഷത്രഭൂതം എന്ന് പറയുന്നത് അഗ്നിയാണ്. ഒരു ഫയർ നേച്ചർ ഇവർക്കുണ്ടാവും. സംഖ്യ എന്ന് പറയുന്നത് 2ആണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ വിഷഭാഗം എന്ന് പറയുന്നത് 18 നാഴിക മുതൽ 22 നാഴികയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 21 നാഴിക മുതൽ 30 നാഴികയും, അമൃതകടി എന്ന് പറയുന്നത് 43 നാഴിക മുതൽ 46 നാഴിക വരെയുമാണ്. ഈ നക്ഷത്രത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ ദേവഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഈ നക്ഷത്രത്തെക്കുറിച്ച്
വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. അത് ആ വീഡിയോയിലെ കണ്ടൻറ്റ് അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ വീഡിയോയ്ക്ക് തന്നെ, ആ ഒരു നക്ഷത്ര വീഡിയോയ്ക്ക് തന്നെ ഒരു ദൈവീകതയുണ്ട്. അത് ആ ഉത്തരാഖണ്ഡിൻ്റെ തപോഭൂമിയിൽ വെച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പൂർവികരായിട്ടുള്ള ഋഷിമാരുടെ ഒരു അനുഗ്രഹം വീഡിയോയ്ക്കുള്ളത് കൊണ്ട് തന്നെ ഉത്തരക്കാർക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സഹായിക്കുന്ന, ഒരുപാട് സവിശേഷതകൾ പറയുന്ന, കുറേ നിരീക്ഷണത്തിൽ കണ്ടെത്തിയതും അതുപോലെ ഈശ്വരാനുഗ്രഹം കൊണ്ട് മനസ്സിലായ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അത് കണ്ടു നോക്കുക. അതിൽ പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഉത്തര നക്ഷത്രക്കാരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഗുഡ് ആൻഡ് ബാഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക്, നക്ഷത്ര ക്ഷേത്രങ്ങളെക്കുറിച്ചും എങ്ങനെ ഈ ദുരിതങ്ങളെ ക്ഷയിപ്പിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ തപസ്സിന് വേണ്ട വഴികൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ നോക്കാം. ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രശംസനീയമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ളവരാണ്. അതിൽ സംശയമൊന്നുമില്ല. എനിക്കറിയാവുന്ന ഉത്തരക്കാരെയെല്ലാം അത്യാവശ്യം ഒരുപാട് മനസ്സിന് നന്മയുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ഇതിനകത്ത്. വ്യക്തിഗുണമുള്ള ആൾക്കാർ ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ, അതായത് ആ ഒരു സോൾ ക്വാളിറ്റി ഉള്ള ഒരാൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ സൗഹൃദവും ദയയും ഇവർക്ക് മുന്നിട്ട് നിൽക്കും എന്നുള്ളതാണ്. ദയയും സഹാനുഭൂതിയും ഒരു മുഖമുദ്ര പോലെയാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ ഒരു സിഗ്നേച്ചറാണ് അത്. മറ്റുള്ളവരുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കാനും അത് നിലനിർത്താനും അത് ഭംഗിയായിട്ടൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ശ്രമിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യാഴവും സൂര്യനും ഒക്കെ ബലപ്പെടുകയും ലഗ്നാൽ ത്രികോണഭാവങ്ങളിലോ കേന്ദ്രഭാവങ്ങളിലോ ഒക്കെ ലഗ്നാധിപൻ നിൽക്കുകയും പൊതുവേ അത്യാവശ്യം സോൾ ക്വാളിറ്റി, ലഗ്നം കൊണ്ടാണ് സോൾ ക്വാളിറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. മനസ്സിൻ്റെ ചിന്താധാരകളും തോട്ട് പ്രോസസ്സുകളുമാണ് ചന്ദ്രനെ കൊണ്ടും ചിന്തിക്കുന്നത്. കാരണം ഇത് സൂര്യൻ ആത്മാവിൻ്റെ കാരകനും ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനും ആയതുകൊണ്ട് തന്നെ ഈ ലഗ്നവും ചന്ദ്രാലും ലഗ്നാലും സൂര്യൻ നല്ല സ്ഥാനത്ത് നിൽക്കുകയും ചന്ദ്രരാശിയുടെ അധിപനും ലഗ്നരാശിയുടെ അധിപനും ലഗ്നാൽ കേന്ദ്രത്തിലോ അല്ല ചന്ദ്രാൽ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ഒക്കെ രണ്ടും ഒരുപോലെ വരികയും ചെയ്താൽ ഈ ഒരു സ്വാധീനം മൂലം അവരുടെ ആ ഒരു സോൾ ക്വാളിറ്റി നമ്മളെ കാണിച്ചു തരും. അപ്പോൾ അവർക്ക് സത്യസന്ധരും നേരായ മാർഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരും നിയമങ്ങളൊക്കെ അനുസരിക്കുന്നതിലും അതേപോലെ സാമൂഹിക മര്യാദകളെ പരിഗണിക്കുന്നതിലുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നവരായിരിക്കും. ഒരു ഉയർന്ന ഒരു മേലധികാരികളോടൊക്കെയുള്ളൊരു ബഹുമാനവും സ്നേഹവും സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനുമൊക്കെയുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും. അടുത്തത് ഉത്തരവാദിത്ത ബോധമാണ്. ഈ നക്ഷത്രം ബലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ ഗുണങ്ങളെല്ലാം ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവും എന്നുള്ളതാണ്. ഏൽപ്പിക്കുന്ന ഏത് കാര്യവും, ഇവരെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കുന്ന ഒരു കാര്യവും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യാനും ആത്മാർത്ഥതയോടുകൂടി ചെയ്യാനും അത് ചെയ്തു തീർക്കാനും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാനും, ഇപ്പോൾ സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ പോലും വേറെ ആരെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഇവരുടെ ഒരു മനോഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വിശ്വസിച്ച് പലർക്കും ജോലി ഏൽപ്പിക്കാം എന്നുള്ളതാണ്. ചെയ്യാം, അവർ ചെയ്തോളും എന്നുള്ളൊരു ഇതുണ്ടാകും, അവരെ ഏൽപ്പിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഠിനാധ്വാന സ്വഭാവം, അതിലേക്കൊരു മൂഡ് വന്നു കഴിഞ്ഞാൽ ജോലി അല്ലെങ്കിൽ ആ വിഷയത്തിലേക്കൊരു ഇവരുടെ ജീവിത യാത്രയിൽ ഇവർക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മടിയുമില്ലാതെ അത് ചെയ്യാനും കഠിനാധ്വാന സ്വഭാവം ഉണ്ടാവും എന്നുള്ളതാണ്. വിനയവും അറിവും, വിനയമുണ്ടാവാം, ഒരറിവും ഉണ്ടാവുന്ന, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനും ഒക്കെയുള്ളൊരു ശ്രമം, പൊതുവെ ഒരു പതുങ്ങിയ സ്വഭാവം ഇടയ്ക്ക് ഇവർ കാണിക്കുകയും ചെയ്യും. ഇതൊക്കെ നല്ല ക്വാളിറ്റി കേട്ടോ, മോശം ക്വാളിറ്റി ഉണ്ട്, അത് പറയാം. അപ്പോൾ ഈ മെയിനായിട്ട് ആ ഒരു തെറ്റ് തിരുത്താനൊക്കെയുള്ളൊരു ഒരു തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തെറ്റ് തിരുത്തണം എന്ന് തോന്നുക, താൻ കാരണം മറ്റുള്ളവർ വിഷമിക്കരുതെന്ന് അല്ലെങ്കിൽ വിഷമമായി എന്ന് മനസ്സിലായാൽ അത് ഓക്കെ, അത് ഈഗോ ഒക്കെ മാറ്റിവെച്ച് പറയാൻ തയ്യാറാവുന്ന
ഒരു കഴിവ്. അതുപോലെ തന്നെ ഒരു സംഘടനാ മനോഭാവം ഉണ്ട്. ആൾക്കാരെ സംഘടിപ്പിക്കാനും ചിട്ടയായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനും ഒരു സൂപ്പർവൈസിങ് കപ്പാസിറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരു വിഷയത്തിൻ്റെ സൂപ്പർവൈസർ ആവുക, അല്ല ഒരു വിഷയത്തിൽ ചേർന്ന് പോവുക, അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിച്ച വിഷയം തങ്ങൾക്കൊരു കുറവുണ്ടെങ്കിൽ പോലും ആ ഏൽപ്പിച്ച ആളോടെ ആ ഒരു നീതി പുലർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ഏൽപ്പിച്ച വിഷയം ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കും എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രധാന ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. പലപ്പോഴും ഇവരുടെ ജീവിതം വ്യക്തി ജീവിതത്തെക്കാട്ടിലും കൂടുതൽ ഇവരുടെ പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ ഇവരെത്തിപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കായിരിക്കും ഇവരെ കൊണ്ട് കൂടുതൽ ഇവർക്ക് ഇവരെ കൊണ്ടുള്ള ഗുണത്തെക്കാളിലും കൂടുതൽ മറ്റുള്ളവർക്ക് ഇവരെ കൊണ്ട് നല്ല ഗുണമുണ്ടാവുന്നതായിട്ടാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. ഇനിയും ദോഷപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നല്ലത് മാത്രമായിരിക്കത്തില്ലല്ലോ, മോശമായിട്ടുള്ള എല്ലാ നാണയങ്ങൾക്കും രണ്ട് വശം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നല്ലത് പറയുമ്പോൾ ഉറപ്പായിട്ടും മോശവശങ്ങളും ഉണ്ടാകും. ജാതകവും സുഹൃതവും നമുക്ക് കിട്ടിയ ജീവിതത്തെ കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിച്ചു വന്ന രീതികൾക്കനുസരിച്ച് വ്യക്തി ശുചിത്വവും നല്ല രീതിയിൽ നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ലൈഫിനെ ചിട്ടയോടെയും നിഷ്ഠയോടെയും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നല്ല ക്വാളിറ്റികൾ വീണ്ടും 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 വരുന്നതും തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതിന് മാറ്റം വരുത്തുന്നത്. അതിനെ മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഈഗോ കാരണം ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇവരുടെ ദോഷപരമായിട്ടുള്ള ഒരുപാട് കുഴപ്പങ്ങളും ഉത്തര നക്ഷത്രക്കാർക്ക് വരാറുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്ഷമയില്ലായ്മയാണ്. പല കാര്യങ്ങളും ഇവർക്ക് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എന്തിനാണ് ഞാനത് ടോളറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, അസ്വസ്ഥരാകും. ഇത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണമാവും. നല്ല സൗഹൃദങ്ങളോ അല്ല കുടുംബജീവിതത്തിലോ ഒക്കെ ഇവർ പലപ്പോഴും പരാജയപ്പെടുന്നതും ഈ ഒരു ക്ഷമയില്ലായ്മ ഒരു റീസണാണ്. അതുപോലെ അടുത്തൊരു റീസണാണ് വിമർശനങ്ങളെ നേരിടാനുള്ള കഴിവില്ലായ്മ. രവി മോശമായി പോയി കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ ഈഗോ കാരണം ഒരു സാധനം കേൾക്കത്തില്ല, തല കുലുക്കുന്നേ ഉള്ളൂ, വേറെ ആരും പറയുന്ന കേൾക്കത്തില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ തങ്ങളെ വിമർശിക്കുന്നത് അത്ര കണ്ട് ഇഷ്ടമാവത്തുമില്ല. പലപ്പോഴും പരാജയം വരുന്ന സമയത്ത് വേറെ ആരെങ്കിലും, എല്ലാം തികഞ്ഞവരല്ലല്ല, അപ്പം വേറെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരതിന് മുകളിൽ കയറിയിട്ട് ആ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് അവരെ താഴ്ത്തിക്കളയും. അത് ചിലപ്പോൾ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്, വഴക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഉത്തരൻ മുക്കാല് അവസാനത്തെ 3 പാദം കന്നിരാശിയുടെയും ബുധൻ്റെയും ശുക്രൻ്റെ നീച സ്വഭാവത്തിൻ്റെയും സ്വാധീനം ഒരുമിച്ച് വരുന്ന രാശിയിൽപ്പെടുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ മുക്കാൽ ഭാഗവും ഉത്തരമുക്കാലിലൊക്കെ വരുന്നവർക്ക് ഉത്കണ്ഠ ഉണ്ടാവും, ഭയങ്കര ഭയമായിരിക്കും, ഒരു ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. പലപ്പോഴും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായിട്ടിരുന്ന് ചിന്തിച്ച് സമയം കളയുന്നുള്ള അതിഭീകരമായിട്ടുള്ള ഈ ഓവർ തിങ്കിങ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ഇവരുടെ ഒരു മോശം സ്വഭാവമാണത്, മാറ്റിയെടുക്കേണ്ട ഒരു സ്വഭാവമാണത്. അടുത്തത് എടുത്തുചാട്ടമാണ്. ചില സന്ദർഭങ്ങളിൽ വേണ്ടതുപോലെ ആലോചിക്കാതെ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണത. അതുപോലെ തന്നെ ഇവരെ നിയന്ത്രിക്കാൻ ഭയങ്കര പാടായിരിക്കും. ചില സമയങ്ങളിൽ അഹംഭാവം, തങ്ങൾ പറയുന്നത് തന്നെ ശരി, ഞാൻ എൻ്റേത് എനിക്ക്, ഞാൻ പറയുന്നതിനപ്പുറം ആര് പറഞ്ഞാലും അവരോട് ഇഷ്ടമല്ലാതിരിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതിരിക്കുക, തനിക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എത്ര നല്ല ശരി പറഞ്ഞാലും അത് ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ നോക്കുന്ന രീതി, ഇതെല്ലാം വളരെ ഇവരുടെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ എവിഡൻ്റായിട്ട് കാണുന്നത്, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കാണുന്നതാണ്. അപ്പോൾ അത് മാറ്റാൻ ശ്രമിക്കുക. മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഹീൽ ചെയ്യണം, സ്വയം ഹീൽ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? അതിന് പുതുമയുള്ളതൊന്നും അന്വേഷിച്ച് പോകണ്ട. അനേകായിരം വർഷങ്ങളായിട്ട്
ഈ ഭാരതഭൂമിയിലെ എല്ലാ ഋഷിമാരും മനസ്സിൻ്റെ സമീപനവും പരമമായ അവസ്ഥയിലേക്ക് പോകാനുള്ള വഴികളായിട്ട് ലക്ഷക്കണക്കിന് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട്. അതിന് പുതുമയുള്ള ഒന്നിൻ്റെ ഒന്നും പുറകെ പോകണ്ട. പുതിയത് വരുന്നതെല്ലാം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിലുള്ള, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന, ഏറ്റവും എളുപ്പത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു ഈശ്വര സങ്കേതത്തിൽ നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന, നിങ്ങൾ കണ്ടു വളർന്ന പരദേവതയായിരിക്കാം, കുടുംബദേവതയായിരിക്കാം, നിങ്ങളുടെ ഗ്രാമദേവതയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സാധന ചെയ്യുന്ന എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് കുറച്ച് സമയം, ഒരു 25 മിനിറ്റെങ്കിലും ഡെയിലി അതിനുവേണ്ടി മാറ്റിവെച്ചാൽ നമുക്കൊരു ബലം കിട്ടും. ഈ പ്രശ്നങ്ങളെയൊക്കെ, ഈ വിമർശനങ്ങളെ നേരിടാനുള്ള കഴിവില്ലായ്മയും ഈ ക്ഷമയില്ലായ്മയും അമിതമായിട്ടുള്ള ഈ ഉത്കണ്ഠയും എടുത്തുചാട്ടവും ഈ അഹംഭാവ സ്വഭാവവും ഒക്കെ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഈ സ്വഭാവത്തെയൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് മാറാൻ പറ്റും എന്നുള്ളത് അനുഭവമുള്ള കാര്യമല്ലേ. അപ്പോൾ അത് ചെയ്തോളുക. ഉത്തരം നക്ഷത്രത്തിൽ പിറന്നവരുടെ പ്രധാനമായിട്ട് ഈ ജന്മത്തിൻ്റെ നിയോഗം അഥവാ കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബന്ധങ്ങളുടെ കർമ്മം ഉറപ്പായിട്ടും ഉണ്ടാവും. ബന്ധങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുകയും ത്യാഗം ചെയ്യേണ്ടതുമാണ് നിങ്ങളുടെ ജന്മം എന്നാണ്. ത്യാഗേനേവ അമൃതത്വം അശ്നുതേ എന്നല്ലേ. അതായത് നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ വരണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ കോൺട്രിബ്യൂഷൻസ് ബന്ധങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ആര്യമാവ് എന്ന് പറയുന്നത്, അല്ലെ ആര്യമാൻ എന്ന് പറയുന്ന ദേവത എന്ന് പറയുന്നത് കരാറുകളുടെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ദേവതയാണ്. അപ്പം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് കർമ്മപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് മുൻജന്മത്തിൽ വരുത്തിയ വീഴ്ചകളോ, മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള കരാറുകളോ, അല്ലെങ്കിൽ മുൻജന്മത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയോ ആർക്കെങ്കിലും വേണ്ടി ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങൾ ഈ ജന്മത്തിൽ ചെയ്യാൻ ഇടവരുകയും അതിൽ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിവാഹബന്ധത്തിലായാലും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലായാലും സൗഹൃദങ്ങളിലായാലും വിശ്വസ്തത പുലർത്തേണ്ടത് നിങ്ങളുടെ കർമ്മപരമായിട്ടുള്ള ആവശ്യകതയാണ്. കർമ്മത്തെ ക്ഷയിപ്പിക്കേണ്ട ആവശ്യകതയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകേണ്ടവരാണ്. ഒരു രാജകീയ രജസിൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. രവിയാണല്ലോ, അപ്പോൾ രാജാവിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവും. ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ. സമൂഹത്തിന് നന്മ ചെയ്യുകയും സഹായം ആവശ്യമുള്ള സമയത്ത് സഹായം ചെയ്യാനും, മുൻജന്മത്തിൽ അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജന്മം ഈ മേലധികാരികളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം, ഉണ്ടാവാം സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ജന്മം ഒരുപാട് സേവ ചെയ്യാനുള്ള ചാൻസസ് കിട്ടും. അത് ഒരു പ്രായശ്ചിത്തമായി കണ്ട് ചെയ്തു കൊള്ളുക എന്നുള്ളതാണ്. ഒരു സമൂഹത്തോടൊരു കടമയും ഒരു ധർമ്മത്തിൻ്റെ പാതയും ബന്ധങ്ങളുടെ ഒരു കർമ്മവും എല്ലാം ഇവർക്കുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹത്തിലും കൂടെ ജോലി ചെയ്യുന്നവരുടെ ഇടയിലും അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് സമൂഹത്തിൽ ഇവരെത്തിപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അറിവുകൾ, കഴിവുകൾ, കപ്പാസിറ്റീസ്, സാധന, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെയൊക്കെ ഒരു അംശം നമ്മുടെ ലൈഫ് ഇവിടെ തീർന്നു പോകും. ഒരു സമയമെത്തുമ്പം അത് അവസാനിക്കും. അപ്പോൾ അതിനു മുമ്പ് കുറേ ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തോടും ചുറ്റുപാടുകളോടും സമൂഹത്തോടും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറേയൊക്കെ പങ്കുവെച്ച് മുന്നോട്ട് പോയാൽ ജീവിതം സമാധാനപൂർണമാവും. ജീവിതത്തിന് ആ ഒരു അവസാനത്തേക്ക് എത്തുമ്പോഴത്തൊരു പൂർണ്ണത വരും. എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളും എനിക്ക് കിട്ടിയ അറിവുകളും എനിക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളും എനിക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞല്ലോ, കുറേയൊക്കെ എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ കഴിഞ്ഞല്ലോ, ഞാൻ സന്തോഷപൂർണ്ണനാണ്, അല്ലെങ്കിൽ ഞാൻ
സന്തോഷവതിയാണ് എന്നൊക്കെ നമുക്ക് സ്വയം ആശ്വസിക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അത് ചെയ്യണം, നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നരകിച്ചിരിക്കാതെ, എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കാതെ ആ ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ നെഗറ്റിവിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല, ആ ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ലൈഫിൽ. ഒരു സിസ്റ്റമാറ്റിക് ഒരു നിഷ്ഠ എന്നുള്ളതാണ്. ആ നിഷ്ഠ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തന്നെ ഭംഗിയായി വരികയും ചെയ്യും എന്നുള്ളതാണ്. ഇനി നമുക്ക് 6-ാം ഭാവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇനി 6-ാം ഭാവത്തിൻ്റെ സ്ഫുടം ഈ നക്ഷത്രത്തിൽ വീഴുക, 6-ാം ഭാവാധിപൻ ഈ നക്ഷത്രത്തിൽ വീഴുക, ശനിയും അല്ലെങ്കിൽ കുജനുമൊക്കെ ഈ നക്ഷത്രത്തിൽ നിന്നാൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തെ നട്ടലിനുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ കുടൽ രോഗങ്ങൾ, വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കരൾ രോഗങ്ങൾ, മുതുക് രോഗങ്ങൾ, വേദന, മുതുകിനുണ്ടാകുന്ന വേദനകൾ, തലവേദന, ബോധക്കേട്, ഈ ബോധക്കേട് വരുന്ന അവസ്ഥ, രക്തസമ്മർദ്ദം, രക്തക്കട്ട പിടിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ അസാധാരണമായിട്ടുള്ള ഹൃദയമിടിപ്പ്, ഭയങ്കര ഇടിക്കുന്ന അസാമാന്യമായിട്ടുള്ള ഹൃദയമിടിപ്പും, അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങൾ, ആ ഒരു വിഷയങ്ങളും വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ലൈംഗിക രോഗങ്ങൾ, ലൈംഗിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സുകളിൽ നിന്നും പകരുന്ന രോഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ജനനേന്ദ്രിയങ്ങളിലുണ്ടാകുന്ന വ്രണങ്ങൾ, ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. അലർജികൾ, ഇതെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക, അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് രോഗം എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ കർമ്മഫലത്തെയൊക്കെ ഒന്ന് ക്ഷയിപ്പിക്കണ്ടേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഉത്തരവാദിത്വബോധവും കഠിനാധ്വാനവും ധർമ്മത്തിൻ്റെ പാതയും സമൂഹത്തോടുള്ള കടപ്പാടും രജസ്സും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ദേവത, ഒരു മഹാസാധകൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, അയ്യപ്പസ്വാമിയുടെ നാൾ ഉത്തരവ. ആ നക്ഷത്രത്തിൻ്റെ ഒരുപാട് സ്വഭാവങ്ങൾ, ശാസ്താവല്ല കേട്ടോ, ശാസ്താവും അയ്യപ്പസ്വാമിയും രണ്ടും രണ്ടാണ്. ഒന്ന് ദേവതയും ഡയറ്റിയും, ഒന്ന് ഉപാസകനുമാണ്. ആത്യന്തികമായിട്ടൊരു സാധകൻ ഒരു ഡയറ്റിയെ സാധന ചെയ്ത് ആ ഡയറ്റിയായി മാറുക എന്നുള്ളതാണ്. ശിവം ഭൂത്വാ ശിവം യജയിൽ, ദേവം ഭൂത്വാ ദേവം യജയിൽ, ദേവനായിരുന്നു കൊണ്ട് ദേവനെ പൂജിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? തന്ത്രശാസ്ത്രം അങ്ങനെ പറയും. അതെന്തിനാന്ന് ചോദിച്ചാൽ ആ ദേവനായി മാറുക എന്നുള്ളത്. അപ്പോൾ സാധന ചെയ്ത് അയ്യപ്പസ്വാമി, പന്തളം കൊട്ടാരത്തിലെ അയ്യപ്പസ്വാമി എന്ന് പറയുന്ന സാധകൻ സാധന ചെയ്ത് യോഗശാസ്താവിനെ സാധന ചെയ്ത് ശാസ്താവായി മാറി എന്നുള്ളതാണ്. ആ ബോധം, ആ കോൺഷ്യസ്നസ് അതായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ആ അയ്യപ്പസ്വാമി ജനിച്ച, മണികണ്ഠകുമാരൻ ജനിച്ച നക്ഷത്രം കൂടിയാണ് ഉത്തരം എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഉത്തരഫൽഗുനി അഥവാ ഉത്തരം നക്ഷത്രത്തിൻ്റെ കർമ്മദുരിതങ്ങളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ മാംഗല്യേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിൽ കേട്ടോ. മാംഗല്യേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിൽ തൃച്ചി നിന്ന് മധുരയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ അത് റൂട്ട് കിട്ടും. അതുപോലെ തന്നെ ഉത്തരഫൽഗുനിയിൽ അല്ലെ ഉത്തര നക്ഷത്രത്തിന് കല്യാണ മഹാദേവി ക്ഷേത്രം ഒരു പ്രധാന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സൂര്യനാറ് കോവിൽ ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരു ക്ഷേത്രമാണ്. അതേപോലെ തന്നെ ഉറപ്പായിട്ടും ശബരിമല നമുക്ക് ഈ കൂട്ടത്തിൽ യോജിപ്പിക്കാം. അപ്പം ശബരിമല ശാസ്താവ്, അതേപോലെ തന്നെ ഉത്തരം നക്ഷത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം നോർത്ത് ഇന്ത്യയിലെ ഒരു ടെക്സ്റ്റിൽ കണ്ടതാണ്. അത് ഒരു പുതിയ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എനിക്കത് എത്രത്തോളം അറിയില്ല, അത് പഴയ ഗ്രന്ഥങ്ങളൊന്നും അത് കാണുന്നില്ല. കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ വളരെ വിശേഷപ്പെട്ട ദക്ഷിണാമൂർത്തി ആരാധന
ഈ ഉത്തരം നക്ഷത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതും ഈ മുമ്പേ പറഞ്ഞ പോലെ ഒരു നോർത്ത് ഇന്ത്യൻ ടെക്സ്റ്റ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബുക്കിൽ നിന്ന് കിട്ടിയൊരു അറിവാണ്. അത് രണ്ടും ഉപയോഗിച്ച് നോക്കുക. പ്രധാനമായിട്ടും ശ്രീ മാംഗല്യേശ്വര ക്ഷേത്രവും കല്യാണ മഹാദേവി ക്ഷേത്രവും കേരളത്തിലെ പന്തളം ധർമ്മശാസ്താ ക്ഷേത്രവും അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രവുമാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ധ്യാനവും ഈശ്വര സാധനയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം.